എന്നെ നെല്ലിക്കുന്ന് MLA സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ചെർക്കളം അബ്ദുള്ള സാഹിബ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അഭിവന്യനും അനിശ്ചേദ്യനും ആദരണീയനുമായ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകള്, വേദിയിലുള്ള കാറ്റിലും കോളിലും SYS എന്ന സംഘടനയെ തകരാതെ പതറാതെ മുന്നോട്ട് നയിച്ച പണ്ഡിതന്മാര്, നേതാക്കള്, ജനപ്രതിനിധികള്, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനം കാസർകോട്ട് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്നതാണ്. ഒരു വ്യക്തിയുടെ പൈതൃകം എന്ത് എന്നും, ഒരു സംഘടനയുടെ പൈതൃകം എന്ത് എന്നും, ഒരു നാടിന്റെ പൈതൃകം എന്ത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയുടെ പൈതൃകം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കഴിഞ്ഞകാല ചരിത്രമാണ്. ഒരു സംഘടനയുടെ പൈതൃകം എന്ന് പറയുന്നതും ഒരു നാടിന്റെ പൈതൃകം എന്ന് പറയുന്നതും ആ നാടിന്റെയും ആ സംഘടനയും കഴിഞ്ഞകാല ചരിത്രമാണ്. ഒരു വ്യക്തിയുടെ പൈതൃകം വളരെ മഹനീയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ വ്യക്തി നാടിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ചെയ്ത സംഭാവനകളെ വിലയിരുത്തുമ്പോഴാണ്. ഒരു സംഘടനയുടെ പൈതൃകം വളരെ മഹത്തരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ സംഘടന സമുദായത്തിനും നാടിനും ചെയ്ത സേവനങ്ങളെ വിലയിരുത്തുമ്പോഴാണ്. SYSന്റെ പൈതൃകം വളരെ മഹനീയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിൽ SYS വഹിച്ച നിർണായകമായ പങ്കിനെ കുറിച്ച് വിലയിരുത്തുമ്പോഴാണ്. ഏത് ഒരാൾക്കും ഈ സംഘടനയുടെ പൈതൃകം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ, സാമൂഹികപരമായ, സാംസ്കാരികപരമായ വളർച്ചയിൽ ഗണനീയമായ പങ്ക് വഹിക്കുവാൻ SYSന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോ അത് വിലയിരുത്തുമ്പോൾ തീർച്ചയായും മറ്റ് ഒരു വിഭാഗത്തിനും ഒരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു പൈതൃകം SYS സംഘടനയ്ക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവത്തോടെ മുന്നേറുവാനും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും കേരളത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഇനി നേടാനിരിക്കുന്ന നിരവധി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ധീരോദാത്തമായ പോരാട്ടം നടത്തുവാനും SYSന് കഴിയട്ടെ എന്ന് ജഗന്യന്താവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാസർകോട് ഈ സമ്മേളനം നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കാസർകോടിന് വളരെയധികം അഭിമാനമുണ്ട്. കാസർകോട് നൂറ്റാണ്ടുകളുടെ ചരിത്ര സംഭവങ്ങൾക്കും അതുപോലെ തന്നെ സഹസ്രാബ്ദങ്ങളുടെ വീരേതിഹാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു നഗരിയാണ്. ആ നഗരത്തിൽ വർഷങ്ങൾക്ക് ശേഷം SYSന്റെ ഇതുപോലെയുള്ള ഒരു സമ്മേളനം നടക്കുന്നു എന്നത് കാസർകോട്ടെ മുഴുവൻ ആളുകളെയും ഹർഷപുളകിതരാക്കുന്നു. കാസർകോട് എന്ന് പറയുമ്പോൾ കാസർകോട് കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങൾക്കില്ലാത്ത സവിശേഷത വെച്ചു പുലർത്തുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് കാസർകോട് എന്ന് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിനുണ്ട്. ഇത്രമാത്രം മതങ്ങളും ഇത്രമാത്രം ഭാഷകളും ഇത്രമാത്രം സംസ്കാരങ്ങളും ഉള്ള ഒരു രാജ്യം ലോകത്ത് ഇന്ത്യ അല്ലാതെ വേറെയില്ല. അതുപോലെ തന്നെ കാസർകോടും ഇത് സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാസർകോട് ഇന്ത്യയുടെ പരിച്ഛേദം എന്ന് എല്ലാ ആളുകളും വിളിക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ പരിച്ഛേദമായ ഈ നഗരത്തിൽ ഈ പ്രദേശത്ത് നടക്കുന്ന SYSന്റെ സമ്മേളനം കാസർകോടിന് തീർച്ചയായും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ദീനീ രംഗത്തുമൊക്കെ ഒരു പുതിയ ഉണർവ് നൽകും. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച
പണ്ഡിതന്മാരെയും നേതാക്കളെയും ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ SYSന്റെ 60ാം വാർഷിക മഹാസമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.